വൈഫ് ആഗ്രഹിച്ച പോലെ കുറച്ച് കണ്ടീഷനാക്കി എടുത്തു. അത് ഫസ്റ്റ് തന്നെ എഞ്ചിനീയറോട് സംസാരിച്ചു. വൈഫിന് നല്ല എസ്തെറ്റിക് സെൻസ് അവർക്ക് കുറച്ച് ഭയങ്കര സൗന്ദര്യത്തിനോട് ഭയങ്കര ഒരു ആകർഷണമുള്ള നല്ല മനസ്സിലത്. സത്യമായിട്ടും ഓരോ ബെഡ്റൂമും ഓരോ ശൈലിയിലാണ് ചെയ്തെന്നു. ഓരോ ശൈലി എല്ലാം യൂണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായി അവർ വീട് എനിക്ക് പണിത് തരുന്നു. ഒന്നും ഞാൻ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വീട് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കി തരേണ്ടത് ഒരു എഞ്ചിനീയർ കഴിവാണ്. അതെ, അത് മനോഹരമായി എനിക്ക് ഇതാക്കി തന്നു. ദൈവത്തിന് സ്തുതി. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാർട്ടും ഈ സ്റ്റെയർ യൂണിറ്റ് ആണ് കേട്ടോ. സ്റ്റെയർ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നല്ല പിരിഞ്ഞ് കയറി പോകുന്ന രീതിയിൽ സ്പൈറൽ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളും തേക്കാണ്. ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മക്കളെല്ലാവരും സമ്മതപ്രകാരം അവർക്ക് ഏത് മോഡൽ വേണം ആദ്യം അന്വേഷിച്ചു. അതിനുശേഷം എഞ്ചിനീയറായിട്ട് സംസാരിച്ചു. എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അടിപൊളി. ദൈവം തരുന്ന വരദാനാണ് വെള്ളം, കുടിവെള്ളം. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 13 കോലിലുള്ള കിണറാണ്, ചെറിയ കിണറാണ്, വറ്റാത്ത വെള്ളം. അതുകൊണ്ട് ആ കിണറിനെ ഞാൻ അവിടെ തന്നെ വെച്ചു. ബാക്കിയെല്ലാം പുതിയതാക്കി. കേട്ടോ, ഈ ലൈറ്റ് കണ്ടോ, നല്ല സൈസ് ഉണ്ട് കേട്ടോ. താഴെ നിന്ന് കാണുമ്പോൾ തോന്നാത്ത. പിന്നെ എന്തെങ്കിലും വല്ല പ്രാർത്ഥനകളോ ചടങ്ങുകളോ എന്തെങ്കിലും നടക്കുമ്പോൾ ഇവിടെ പരിപാടി നടത്താമെന്ന് കണ്ടിട്ടാണ് ഞാൻ മേലെ സ്പേസ് കൂട്ടാൻ കാരണം. എനിക്ക് തോന്നുന്നു വീട്ടിലൊരു 100 അല്ല 200 അല്ല ഒരു 250-300 പേര് കയറിയാലും സ്പേസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മളെവിടെ പിഞ്ചു? നമ്മള് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ്, കാരണം ഞങ്ങൾ പഠിച്ച നാടാണത് കേട്ടോ. അതെ, സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇരിട്ടി, ഈ വള്ളിത്തോട്. ഒരു പുഴയൊക്കെയുള്ള, കാണാൻ നല്ല ചന്തമുള്ള ഒരു നാടാണ്. അപ്പൊ അവിടെ ഒരു വീട് ഹോം ടൂർ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ വീട്. ഈ വീടിന് നല്ല വലിപ്പമുണ്ട്, കാരണം ഈ വീട്ടിൽ നിറയെ ആളുകളുണ്ട്. അതെ അതെ, ഒരു പ്രവാസി കൂടെ ആയിട്ടുള്ള അഷ്റഫ് കാരോത്ത്, അദ്ദേഹത്തിന്റെ വീടാണ്. കമോൺ എവരിബഡി, ബാ. നമസ്കാരം. നമസ്കാരം. സുഖമാണല്ലേ? അങ്ങനെ പോകും. മഴയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ചും പൊതുവെ മഴ കൂടുതലുള്ളൊരു നാടല്ലേ ഞങ്ങൾക്കറിയാം, നന്നായിട്ട് അറിയാം. അപ്പം ഇത് ഇപ്പൊ 2 മാസമായിട്ടുള്ള ഈ വീട് പണി കഴിഞ്ഞിട്ട്, വീടിന്റെ പണി കഴിഞ്ഞ് 2 മാസം. കാരോത്ത് വീട്. കാരോത്ത് വലിയൊരു കുടുംബമാണ്. ഞാൻ 10-30 വർഷമായിട്ട് ഞാൻ പ്രവാസ ലോകത്താണ്. അപ്പോൾ ഒരു നല്ലൊരു വീട് ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ വീടിന് വേണ്ടിയതാക്കി. അതിൽ പല എഞ്ചിനീയർമാർ ഞാൻ തപ്പി നോക്കി. അതിൽ എനിക്ക് നമ്മളെ കോഴിക്കോടുള്ള എനസ്റ്റ് ആർക്കിടെക്ട് ഷഹസാദ് എന്ന് പറയുന്ന എഞ്ചിനീയറെ കണ്ടു. അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായി അവർ വീട് എനിക്ക് പണിത് തരുന്നു. ഒന്നും ഞാൻ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാ വർക്കും തീർന്ന് വീട്ടിൽ കൂടുന്നത് അന്ന് വരെ എൻ്റെ കൂടെ തന്നെ മൂപ്പറുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഫുൾ വർക്കും തന്നത് മൂപ്പറ കഴിവാണ്. ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നത് എഞ്ചിനീയർ കഴിവാണ്. കാരണം വെച്ചാൽ നമുക്ക് പണം മുടക്കി ഒരു വീട് എടുക്കുന്നത് പോലെ അല്ലല്ലോ. കാരണം വെച്ചാൽ അതിന് ആ വീട് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കി തരേണ്ടത് ഒരു എഞ്ചിനീയർ കഴിവാണ്. അത് മനോഹരമായി എനിക്ക് ഇതാക്കി തന്നു. ദൈവത്തിന് സ്തുതി. എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത്? 6000 സ്ക്വയർ ഫീറ്റ് ആണ്. 6000 സ്ക്വയർ ഫീറ്റിൽ 6 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലതയുള്ള ഇടങ്ങളുള്ള ഒരു വീട്. അപ്പം വീട് കാണാം. ആദ്യം നമുക്ക് ലാൻഡ്സ്കേപ്പ് തന്നെ തുടങ്ങാം കേട്ടോ. ഒരു ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഗേറ്റ് ആണ്. ആ ഗേറ്റ് കടന്നു വരുമ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഒരു ഫൗണ്ടൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റീറ്റെയിൽ വാള് തന്നെ അവിടെ തന്നെ ചെയ്തിരിക്കുകയാണ്. സദാസമയം ഇപ്പൊ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ടെർമിനാലി അടക്കമുള്ള കുറെ പ്ലാന്റ്സ് നമ്മുടെ കോമ്പൗണ്ടോട് ചേർത്ത് വെച്ചിരിക്കുക. 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു വലിയ കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഗ്രീൻ സ്പേസും കാർ പോർച്ചും എക്സ്റ്റീരിയർ എലവേഷനും വന്നിരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് കയറി. സിറ്റ് ഔട്ട് സ്പേസിന് മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ആർച്ച് പോലെ പോയിട്ടുണ്ട്. അവിടെ ആണെങ്കിലും നമുക്ക് വെള്ളമൊന്നും വീഴാണ്ടിരിക്കാനും സൺലൈറ്റ് അത് അടിക്കാണ്ടിരിക്കാനും ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് സ്പേസ് ആണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ സീറ്റിംഗ് സ്പേസ്, ഒരു ബെഞ്ച് അല്ലേ. ഒരു പുതിയൊരു മോഡൽ ആയിക്കോട്ടെ എന്ന് കരുതി ഉണ്ടാക്കിച്ചത്. അത് കോഴിക്കോട് തന്നെയാണ്. അതും എഞ്ചിനീയറെ ഇതിൽ കൂടിയാണ് ആളുകൾ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തത്. എത്ര പേരുണ്ട് മൊത്തം ഈ വീട്ടിലാകെ? എനിക്ക് മൊത്തത്തിൽ 7 മക്കളും വൈഫും. അതിൽ 7 മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വൈഫ് സുഖമില്ലാതിരുന്ന് മരണപ്പെട്ടു പോയി. അതിനുശേഷം ഞാൻ വേറെ വിവാഹം കഴിച്ചു. അപ്പോൾ എനിക്ക് ആദ്യത്തേൽ 4 മക്കളിൽ 3 പെൺകുട്ടികളും 1 മോനും. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. മൂത്തത് മകനാണ്, അവൻ അവിടെ സൗദിയിലാണ്. രണ്ടാമത്തത് മകളാണ്, മകൾ കല്യാണം കഴിഞ്ഞു, ഒരു പേരക്കുഞ്ഞുണ്ട്. പിന്നെ 2 കുട്ടികൾ പഠിക്കുന്നു. എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ അതിൽ അവൾക്ക് 2 മക്കളുണ്ടായിരുന്നു. ആ കുട്ടികളെ ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയൊരു വീട് വേണം. അതിന് ഞാനൊരു എഞ്ചിനീയറെ തിരഞ്ഞു പിടിച്ചു.
ഞാൻ ആഗ്രഹിച്ച പ്രകാരം മൂപ്പർ ശരിയാക്കി തരും ചെയ്തു. ഫാമിലി വലുതായപ്പോൾ വീട് വലുതാണെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ഉള്ളിലേക്ക് കയറാണ്. ഒരു ഓട്ടോമേഷൻ ലോക്ക് സിസ്റ്റം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അമ്മ പരിപാടി വാ. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കാണാം വലിയ സ്പേസ് ആണ്. അതായത് മറ്റു മറകളൊന്നുമില്ല. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ കോമൺ ലിവിങ് സ്പേസ് വരുന്നു. നമ്മുടെ സ്റ്റെയർ യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാർട്ടും ഈ സ്റ്റെയർ യൂണിറ്റ് ആണ് കേട്ടോ. സ്റ്റെയർ അല്ലേ, നല്ല രസമുണ്ട് കാണാം. നല്ല പിരിഞ്ഞ് കയറി പോകുന്ന രീതിയിൽ സ്പൈറൽ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ പ്ലാൻ ഇട്ടത് കോൺക്രീറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പല യൂട്യൂബിൽ ഇതെല്ലാം കാണുമ്പോഴും പിന്നെ എഞ്ചിനീയർ പറഞ്ഞു എന്നോട് ഏറ്റവും ഇന്നത്തെ മോഡൽ നമുക്ക് സ്റ്റെയർ ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് കോൺക്രീറ്റ് വേണ്ടെന്ന് കരുതിയിട്ട് ലാസ്റ്റ് ഇത് ചെയ്തത്. നല്ല പ്രാധാന്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഒരു വുഡൻ തീമില്ല അല്ലേ? ഹാൻഡ് റെയിലൊക്കെ ഫുള്ളും ഫുള്ളും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വിട്ടുള്ള ഒരു സ്റ്റെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഷാൻഡിലിയർ ലൈറ്റുകൾ വന്നിരിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളാണ്. ഒരു റിച്ച് റോയൽ ലുക്ക് ഉണ്ട് അല്ലേ? മോശമില്ലെന്നല്ല, നന്നായിട്ടുണ്ട്. നമ്മൾ ഒന്ന് സ്റ്റെയറിനാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് നമ്മുടെ ലിവിംഗ് സ്പേസ്. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ, എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടണം. അതാണ് ഞാൻ ഫസ്റ്റ് എഞ്ചിനീയറോട് സംസാരിച്ചത്. അപ്പോൾ ഇതാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. വലിയൊരു ലിവിംഗ് സ്പേസാണ്. അതിന് നമ്മുടെ TV യൂണിറ്റ് അവിടെ വന്നിരിക്കുന്നു. ഐ ലൈക്ക് ദ കളർ ടോൺ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെന്റിലേഷൻ സ്പേസ് വന്നിട്ടുണ്ട്. ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള വിൻഡോസ് വന്നിട്ടുണ്ട്. വെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ കർട്ടൻ ചെയ്തിട്ടുണ്ട്. വേണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തുറന്നിടാം. അതിൻ്റെ ഉള്ളിലും വേറെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്, പുറത്ത് വെളിച്ചത്തിന് വേണ്ടി. അതെ, അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ അടച്ചിട്ട് കിടക്കാണല്ലോ. വെളിച്ചം കിട്ടണമെന്നുണ്ട് എന്തെങ്കിലും ഫംഗ്ഷനോ എന്താ പരിപാടി നടക്കുമ്പോൾ കർട്ടൻ ഫസ്റ്റിലത്തെ കർട്ടൻ അങ്ങ് പൊക്കി കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉള്ളിലേക്ക്. ഇവിടെ ഒരു കൺസോൾ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മിറർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോകുന്ന വഴിക്കൊന്ന് നോക്കിയിട്ട് പോകാൻ പറ്റും. ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം വെറൈറ്റി ആയിട്ട് ഇവിടെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു പെട്ടെന്നൊരു വ്യൂ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു സീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫാമിലി ലിവിംഗ് ആയി 8 പേർക്കൊക്കെ സുഖമായിട്ട് അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ സീലിംഗ് ഒക്കെ ആണെങ്കിലും സീലിംഗ് ഒരുപാട് രസകരമായ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു സ്ഥാനമല്ലോ പ്രെയർ റൂം. അതെ. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലൊന്നും പ്രെയർ റൂം ഇല്ല. പിന്നെ വൈഫിൻ്റെ ആഗ്രഹവും കുട്ടികളുടെ ആഗ്രഹവും, എല്ലാവരും നമസ്കരിക്കുന്നവരല്ലേ. അപ്പോൾ ഞാൻ കരുതി എല്ലാവരും ഒരുമിച്ച് നിന്ന് നമസ്കരിക്കാനും വേണ്ടി ഒരു പ്രെയർ റൂം, അത് ഞാൻ ആഗ്രഹിച്ച അതേ മോഡൽ എഞ്ചിനീയർ സെറ്റാക്കി തന്നു. പ്രെയർ ടൈം കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. സ്ലൈഡിംഗ് ഡോറാണ്, സൈഡ് ഡോർ കൊടുത്തു, ക്ലോസിങ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ 6 ബെഡ്റൂമാണുള്ളത് നമ്മുടെ വീട്ടിൽ. 6 ബെഡ്റൂം, 2 ബെഡ്റൂം താഴത്തെ നിലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലും നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലും വന്നിരിക്കുന്നു. ബെഡ്റൂമിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്? റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം വെച്ചാൽ നമ്മുടെ ഫാമിലി ബെഡ്റൂമാണ്. ഇത് ഫാമിലി ബെഡ്റൂം കൊടുത്തു. ഇതിൽ ഇതേ മോഡൽ തന്നെ എല്ലാ ബെഡ്റൂമിനേക്കാളും ഒരു വെറൈറ്റിയായി കുറച്ച് വൈഫ് ആഗ്രഹിച്ച പോലെ കുറച്ച് കണ്ടീഷനാക്കി എടുത്തു. അത് ഫസ്റ്റിൽ തന്നെ എഞ്ചിനീയറോട് സംസാരിച്ചു. വൈഫിന് നല്ല എസ്തെറ്റിക് സെൻസ് ആണ്. അവർക്ക് കുറച്ച് സൗന്ദര്യം ഭയങ്കരമായിട്ട് ഏത് കണ്ടു കഴിഞ്ഞാലും ഒരു ഭയങ്കര സൗന്ദര്യത്തിനോട് ഭയങ്കര ഒരു ആകർഷണമുള്ള നല്ല മനസ്സിലായി. സത്യമായിട്ടും കൊള്ളാം. ഓരോ ബെഡ്റൂമും ഓരോ ശൈലിയിലാണ് ചെയ്തത്. ഓരോ ശൈലി എല്ലാം യൂണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം താഴത്തെ 2 ബെഡ്റൂമിൽ ഇത് കട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് 2 ഇതും അപ്പുറത്തെ താഴെയുള്ള ബെഡ്റൂമിന്റെ ഒരു റോയൽ ടച്ചിലുള്ള ബെഡും ഇതൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു കളർ തീം ടോട്ടലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ആണെങ്കിലും ഇവിടെയുള്ള വാർഡ്രോബ് ഒരേ കളർ മൊത്തത്തിൽ. വലിയ സ്പേസ് ആണ് ബെഡ്റൂമുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ അത് ഡ്രസ്സിംഗ് മിറർ, ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. കൊള്ളാം. കഞ്ചഷൻ ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിലും കുറേ പാറ്റേണുകൾ വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ബാത്റൂം ഫുൾ അറ്റാച്ച്ഡ് ആണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൻ്റെ ഉള്ളിലാണ് വാട്ടർ ഹീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പുറത്തുനിന്ന് ഒരു ബോറായിട്ട് വരാതിരിക്കാൻ വേണ്ടി സീലിംഗിൻ്റെ ഉള്ളിൽ കൊടുത്തു. ആ സ്പൈറലായിട്ട് പോകുന്ന ആ സ്റ്റെയറിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ അടുത്ത ബെഡ്റൂമിലേക്ക്. ഇത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു കുഴിയിൽ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ മരം പോലെ. ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഗ്രീൻ എലമെന്റ് കാണുന്ന ഒരു രസമല്ലേ? അല്ല, ഉറപ്പായിട്ടും. സെക്കൻഡ് ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂം നേരെ അവിടെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് എന്നല്ല, മറ്റൊരു രീതിയിൽ കംപ്ലീറ്റ് ടച്ച് മാറി. ബെഡ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ മോൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈ കളർ കൊടുത്ത് ഇതാക്കിയത്. അവന് ഫസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ബെഡ്റൂമിനെ ഞാൻ പറയുന്ന കളർ ചെയ്യണം.
അങ്ങനെയാണ് ഈ കളർ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂമിലല്ല ചെയ്യേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വേണ്ടതെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇഷ്ടങ്ങൾ പരിഗണിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മക്കളെല്ലാവരും സമ്മതപ്രകാരം അവർക്ക് ഏത് മോഡൽ വേണം ആദ്യം അന്വേഷിച്ചു, അതിനുശേഷം എഞ്ചിനീയറായിട്ട് സംസാരിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടവും കുട്ടികളുടെ ഇഷ്ടവും എഞ്ചിനീയർ ഏറ്റെടുത്തു. ഏകപക്ഷീയമായ തീരുമാനമായിരുന്നില്ല ഈ വീട്ടിൽ, ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള ഇഷ്ടവും അതൊക്കെ പരിഗണിച്ചിട്ടാണ് എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അടിപൊളി, അത് അങ്ങനെ വേണം അല്ലേ? നല്ല വീടാണല്ലോ, വീട് സ്വർഗ്ഗമാകുള്ളൂ. അവിടെ വന്നിരിക്കുന്ന ഒരു വലിയ ഡ്രസ്സിംഗ് മിറർ വന്നിട്ടുണ്ട്. ഒരു മൊത്തത്തിലൊരു കർവ് രീതിയിൽ ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്, അങ്ങനത്തെ ഡിസൈനാണ് ത്രൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഹെഡ് ബോർഡിന്റെ അവിടെ ആണെങ്കിലും വന്നിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് മിററിന് വന്നിരിക്കുന്നത്. അതേ മെറ്റീരിയൽ, അത് സെയിം അതേ ഡിസൈൻ തന്നെ നമ്മുടെ വാർഡ്രോബ് സ്പേസിൽ വന്നിരിക്കുന്നു. ഈ കട്ടിലും വ്യത്യസ്തമായിട്ടുണ്ട്. വ്യത്യസ്തമാണ്. ഈ 2 കട്ടിലും, ഈ താഴെയുള്ള 2 കട്ടിലും വ്യത്യസ്തമായിട്ട് എംബോർട്ടിങ് ചെയ്തതാണിത്. അപ്പോൾ ഈ വീട് AC സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? സെൻട്രൽ AC വെച്ചാൽ സെൻട്രൽ ഹാളിലും കൊടുത്തിട്ടുണ്ട്, ലിവിംഗ് റൂമിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചൂടിലിരുന്നിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ കരുതി എൻ്റെ വൈഫും എൻ്റെ മക്കളും സെൻട്രൽ AC തന്നെ വർക്ക് ചെയ്യട്ടെ കരുതി കിച്ചണിലും കൊടുത്തു. കിച്ചണിലും സെൻട്രൽ AC കൊടുത്തു. അവരങ്ങനെ പുഴുങ്ങിയിരിക്കണ്ട വീട്ടിലല്ലേ? പുഴുങ്ങിയിരിക്കണ്ടല്ലോ. ഓക്കെ, ഇനി കിച്ചൺ വേറൊരു സെഗ്മെന്റ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഒരു ഓപ്പൺ ഫീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് അതിനെ കവർ ചെയ്യുന്ന ഒരു വാൾ, നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ, അതിന്റെ നേരപ്പുറത്തൊരു ടോയ്ലറ്റും ഉണ്ട്. യെസ്, ഒരു പൗഡർ റൂമും അവിടെ വന്നിട്ടുണ്ട്. അതിനിപ്പുറത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണെന്ന് വെച്ചാൽ ആണെന്ന് പറയാം അല്ലേ? അവിടെ ചെറിയൊരു പ്രൈവസി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങോട്ട് വന്നാൽ ഉടനെ നമുക്കതൊരു വലിയൊരു ഓപ്പൺ കിച്ചൺ ഫീൽ തരുന്നു. ഒപ്പം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുമാണ്. ഒരു ഐലൻഡ് കിച്ചന്റെ ഒരു ഫിനിഷിങ്ങും ഇവിടെ വന്നിട്ടുണ്ട്. കിച്ചന്റെ കാര്യം തയ്ച്ച് ഞാൻ പിന്നെ വൈഫിന് വിട്ടു കൊടുത്തു. അവര് അതിനാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് കിച്ചന്റെ വർക്ക് തികച്ചും വൈഫിനെ വിട്ടുകൊടുത്തു. ഏത് കളർ വേണം, ഏത് മോഡൽ വേണം എന്നുള്ളത് കാണിച്ചു കൊടുത്ത് അവരെ സെലക്ഷൻ പ്രകാരം ചെയ്യിപ്പിച്ചു. നന്നായിട്ടുണ്ട്, നല്ല ഐഡിയ ഉള്ള ആളാണെന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ഓവൻ, ഫ്രിഡ്ജ് യൂണിറ്റുകളെല്ലാം വന്നിരിക്കുന്നത്. ക്രോക്കറി ഷെൽഫ് അടക്കമുള്ള എല്ലാ സെറ്റപ്പ് ഇതാ ഈ ഒറ്റ സെഗ്മെന്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾക്ക് കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഒരു ഗ്ലാസ് മിക്സ് ആയിട്ടാണ്, ചെറിയ ഫ്ലൂട്ടഡ് രീതിയിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അടച്ചിടാം. മെയിൻ കുക്കിംഗ് കൂടെ ആയിരിക്കുമല്ലോ. അതെ, മെയിൻ കുക്കിംഗ് കൂടെയാണ്. അതേ തീമിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കിച്ചണാണ്. നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ മറ്റ് സംഗതികളൊന്നും വെച്ചിട്ടില്ല. ഒരു റെസ്റ്റ് ചെയ്യാനുള്ള റൂം, അത് സ്റ്റോർ റൂം, ഇത് വാഷ്റൂം. ഇവിടെ തന്നെ ഉണ്ട് സൗകര്യങ്ങൾ. ഇവിടെ തന്നെ സൗകര്യം കൊടുത്തു. പിന്നെ പുറത്തേക്ക് പോകാനായിട്ട് ഇതിൽ പുറത്തേക്ക് കൊടുക്കാനുള്ള ഡോർ ഇത്. പിന്നെ നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോളി എന്ന് പറയും. അത് വെള്ളം വേണമെങ്കിൽ വലിക്കണമെങ്കിൽ അതിനുള്ള ഒരു റൂം. പഴയ വീടുകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ വർക്കേരിയല്ല, ചോളി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ മുസ്ലിങ്ങൾ ഉപയോഗിക്കും ചോളി എന്ന് പറയും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് വയസ്സായ ആൾക്കാർ ചിലപ്പോൾ കുളിക്കുക, അല്ലെങ്കിൽ ഇവിടെ കിണറിന് വെള്ളം കോരുക. ഈ മോട്ടറെല്ലാം വരുന്ന കാലത്തിന് മുമ്പേ എല്ലാവരും വെള്ളം കോരലാണല്ലോ. ഇതിനുള്ള വെള്ളം കോരുന്ന ഇതാണിത്. ഇന്നത്തെ കാലത്ത് ആരും കോരുന്നില്ല, പക്ഷെ ഇത് വെള്ളം കോരാൻ വേണ്ടി കിണർ വിളിച്ചു. ഈ കിണറിന് മുൻപേ ഉണ്ടായിരുന്നല്ലേ? ഈ കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വർഷം മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ. ആ വീടിനെ ഞാൻ പൊളിച്ചു മാറ്റി കുറച്ച് സൗകര്യത്തിലൊരു വീടെടുക്കാനും വേണ്ടി വീടാണ് എടുത്തത്. പൊളിച്ചു മാറ്റിയിട്ട് എടുത്ത വീടാണ്. പക്ഷെ അന്ന് ഞാൻ ദൈവം തരുന്ന വരദാനാണ് വെള്ളം, കുടിവെള്ളം. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 13 കോലിലുള്ള കിണറാണ്, ചെറിയ കിണറാണ്, വറ്റാത്ത വെള്ളം. അതുകൊണ്ട് ആ കിണറിനെ ഞാൻ അവിടെ തന്നെ വെച്ചു, ബാക്കിയെല്ലാം പുതിയതാക്കി. ഇതിപ്പം സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് പാർട്ടീഷനാണ്. അതായത് ഡബിൾ ക്ലാസ് ആണ് ഇത്. ക്ലാസിൻ്റെ നടുവിൽ കർട്ടൻ കൊടുത്തു, സാൻഡ്വിച്ച് പോലെ കൊടുത്തു, കർട്ടൻ കൊടുത്തു. അതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ കാണും, നിഴൽ മാത്രം, ആളെ മനസ്സിലാവില്ല. അപ്പോൾ വൈഫ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ മോഡലാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലാസ് കൊടുക്കാൻ കാരണം. ഈ കർട്ടൻ നമുക്ക് പുറത്തെടുക്കാനൊന്നും പറ്റില്ല, ഫിക്സഡാണ്. അങ്ങനെ കൊടുത്താണ് അത്. നമ്മുടെ ഡൈനിങ് സ്പേസിന് ഇപ്പുറത്ത് ഒരു ക്രോക്കറി ഷെൽഫ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വിരുന്നുകാരൊക്കെ വരുമ്പോൾ എടുക്കാൻ പറ്റും. അതാണ് അത് വാങ്ങിയാൽ നമുക്ക് കിട്ടില്ല, പുറമേ നിന്ന് വരുന്നവർക്ക് കിട്ടുള്ളൂ ആ പാത്രങ്ങൾ. അത് പരമ്പരാഗതമായിട്ടുള്ള ശീലം തന്നെയാണ്, നമുക്കത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു അയൺ സ്പേസോ എന്തൊക്കെയാണ്, ഒരു കൺസോൾ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ട് പുറകിലായിട്ട് അല്ലേ. അങ്ങനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഏകദേശം മധ്യഭാഗത്തിൽ നിൽക്കുകയാണ്. ഇനിയുണ്ട് പോകാനും കാണാനും ഏറെ. അപ്പോൾ മുകളിലാണ് 4 ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പൈറൽ ഗോവണി കയറി പോകല്ലേ? ഓക്കെ, ഞാൻ കുറേ നേരം കാത്തിരിക്കരുത്. എക്സ്പീരിയൻസ് ഇവിടുന്ന് കാണുമ്പോൾ കാഴ്ചകൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയാണ്. ഇതോട്ടോ
ഈ ലൈറ്റ് കണ്ടോ, ഇത് മൊത്തം ആണ്, ഇത് മുത്താണോ, എന്താണ് ക്രിസ്റ്റൽ ഫിനിഷിൽ വന്നിരിക്കുന്നതാണല്ലോ. ക്രിസ്റ്റൽ മോഡലാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ, താഴെ നിന്ന് കാണുമ്പോൾ തോന്നാത്ത. കണ്ണ് പൂട്ടി നടന്നാലും എവിടെ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും സ്പേസ് ഉണ്ട്, നല്ല വിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കാം, ലിവിങ് സ്പേസിലേക്ക്. മുഖ്യമായ ഒരു ഏരിയ ആണ് അല്ലേ, താഴേക്കുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഈസി ആയിട്ട് പോസിബിൾ ആവുന്ന രീതിയിൽ. അങ്ങനെ വേറെ സെപ്പറേഷൻസോ പാർട്ടീഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾ, ആ ഹാൻഡ് റെയിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ഈ ട്രാൻസ്പെറൻസി ഗ്ലാസ് വന്നത് മൂലം കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഇത്രയും വലിയ സ്പേസ്, സാർ ഇത്ര സ്പേസിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇവിടെ ഇത് കൊടുക്കാൻ കാരണം വീട്ടിൽ എന്തെങ്കിലും വല്ല ഫംഗ്ഷനോ പരിപാടികളോ വരുന്നെങ്കിൽ, പിന്നെ എന്തെങ്കിലും വല്ല പ്രാർത്ഥനകളോ ചടങ്ങുകളോ എന്തെങ്കിലും നടക്കുമ്പോൾ ഇവിടെ പരിപാടി നടത്താമെന്ന് കണ്ടിട്ടാണ് ഞാൻ മേലെ സ്പേസ് കൂട്ടാൻ കാരണം. എനിക്ക് തോന്നുന്നത് വീട്ടിലിപ്പോൾ ഒരു 100 200 ഒരു 250-300 പേര് കയറിയാലും സ്പേസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ അത് ബാൽക്കണി ഉണ്ട് അവിടെ. അതാണ് ബാൽക്കണി. പിന്നെ 4 ബെഡ്റൂം മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂം. താഴെ ഉണ്ട് എത്ര സ്പേസ്? ഇതൊരു ബെഡ്റൂമാണ്, ഫസ്റ്റ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂം. നമ്മൾ താഴെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂം. ഇത് മകനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണല്ലേ. അപ്പോൾ ഓരോ ബെഡ്റൂം കാണുമ്പോൾ നമുക്ക് കൗതുകമാണ്, കാരണം ആവർത്തന വിരസതകളൊന്നുമില്ല. താഴെ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഹെഡ് ബോർഡ് ആ സ്പേസ് ആണ് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. കൂടുതലും കളർ തീമും ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. ലൈറ്റിങ്ങിലെ വെറൈറ്റി, ആ യുണീക്നെസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു സോഫ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ അവിടെയാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു വാക്കിംഗ് വാർഡ്രോബ് എന്ന ലെവലിൽ കുറച്ചധികം പ്രയോറിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് അൽമാര, ഡ്രസ്സിംഗ് അതിന് നമ്മളെ കിച്ചണിലുള്ള അതേ മെറ്റീരിയലിൻ്റെ ഒരു കളറും എല്ലാം ഇവിടെ വന്നിരിക്കുന്നു. വലിയ സ്പേസ് ആണ്. അറ്റാച്ച്ഡ് ഒരു വാഷ്റൂമും അവിടെ വന്നിരിക്കുന്നു. ഏറ്റവും വലുപ്പം കൂടിയ ബെഡ്റൂമും ഇത് തന്നെയാണ്. ഇതാണല്ലേ, ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം. ഇപ്പൊ ഫ്ലോറിംഗ് എല്ലാം നമ്മൾ സിംഗിൾ തീമിൽ തന്നെ പോയിരിക്കും. അതെ, മൊത്തത്തിൽ വേറെ അഡീഷണൽ വേറെ ഫ്ലോറിംഗ് എല്ലാം ഒരേ ഇതിൽ തന്നെ കൊടുത്തു. ഇറ്റാലിയൻ ആണ്. ബാക്കിയുള്ളത് ബെഡ്റൂമിന്റെ ഉള്ളിലുള്ള ഡിസൈനുകൾ ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഈ മുകളിൽ നമുക്കിങ്ങനെ ഒറ്റ ഒരു ഫ്ലാറ്റ് ആയിട്ടൊരു വാൾ കൊടുക്കാതെ അതിനൊക്കെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുന്ന രീതിയിൽ കുറച്ച് എലമെന്റ്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ക്യൂട്ട്നെസ് തോന്നുന്നൊരു ബെഡ്റൂമാണ് അല്ലേ. പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ടോണൊക്കെയാണ്, ഒരു പിങ്ക് ഷെയ്ഡിലൊക്കെ വന്നിരിക്കുന്നത്. കെട്ടിച്ചു വിട്ട മകൾക്ക് വേണ്ടി. അപ്പം എൻ്റെ കണക്കൂട്ടിൽ കറക്റ്റായി. മകളുടെ ബെഡ്റൂം ആയിരിക്കും. യെസ്, ഇവിടെ വന്നിരിക്കുമ്പോഴും വീണ്ടും ആ തീമം മാറി. ഹെഡ് ബോർഡിൻ്റെ ബാക്കിലുള്ള പാനലിംഗ് കളർ ടോൺ അടക്കം മാറിയിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് യൂണിറ്റ് വന്നിരിക്കുന്നു. അവിടെയാണ് ഡ്രസ്സിംഗ് മിറർ വന്നിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള ബെഡ്റൂമിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഡ്രസ്സിംഗ് മിറർ കം ടോയ്ലറ്റ്. താഴെ നമുക്ക് ഒരുപാട് ലിവിങ് സ്പേസുകൾ കണ്ടു. മുകളിലും തീർച്ചയായിട്ടും ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അത് കുറെ കൂടെ പ്രൈവറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് TV സ്പേസ്, TV കാണാനുള്ള ഒരു സൗകര്യം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതെ അല്ലേ. മക്കളുടെ എല്ലാ റൂമുകളും മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും, ഒരു ചെറിയ മോനിക്ക് മാത്രം താഴെ. അപ്പം അവർക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാതെ ഇവിടെ TV കാണണമെങ്കിലും ഒരു മീറ്റിംഗ് സ്പോട്ട് പോലെയൊക്കെയാണ് ഇവിടെ അവിടെ കൊടുത്തിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. TV ഇവിടുന്ന് കാണാം. മിക്കവാറും വേൾഡ് കപ്പ് ഒക്കെ താഴെ നിന്നാണ് കാണുന്നത്, ഇവിടെ നിന്നാണ് കാണുന്നത്. ഇവിടെ ആയിരിക്കും എന്റെ കണക്കൂട്ടുകൾ അതിവിടെയാണ്. കാരണം വെച്ചാൽ ഇതൊരു ബെഡ്റൂം, അടുത്ത ബെഡ്റൂം. ഇവിടെയുള്ള മൂന്നാമത്തെ ബെഡ്റൂം വരുമ്പോൾ ഇത് ഇപ്പോൾ 2 പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ട്, 2 പേര്. ഇത് അവർക്ക് വേണ്ടി ഇപ്പൊ സെറ്റായി കൊടുത്തു. അവർക്ക് ഉണ്ടാക്കും. അവർക്ക് കെട്ടിക്കേണ്ട പ്രായം വരുമ്പോൾ ഒരാളെ മാറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. അവർക്ക് 2 പേർക്കും ഈ ഇഷ്ടമായിരുന്നു. അത് അവരെ സെലക്ഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവരെ കുട്ടികളോടും ഞാൻ ഫസ്റ്റിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ വിട്ടു വന്നു. ഞാൻ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ഷൻ തിരഞ്ഞെടുക്കുക. അവരിഷ്ടപ്രകാരം അവർക്കുള്ള ബെഡ്റൂം ഫസ്റ്റിൽ തന്നെ വർക്ക് തീരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു എനിക്ക് ഇന്ന ബെഡ്റൂം എന്ന് ഫസ്റ്റിൽ തന്നെ പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഇഷ്ടപ്രകാരം അവർക്ക് ചെയ്തു കൊടുത്തു. കൊള്ളാട്ടോ. ഇവിടെ വന്നിരിക്കുമ്പം തീം വീണ്ടും മാറിയിരിക്കുകയാണ്. വാർഡ്രോബ് സ്പേസ് തീം പിന്നെ മാറി. അതൊരു ഡുവൽ ടോൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റെവിടെയും കാണാത്തൊരു വലിയൊരു മിറർ സ്പേസ്, സിംഗിൾ വലിയൊരു മിറർ തന്നെ അതേ ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ. അതിവിടെ ഉള്ളൂ. മറ്റു ഫീച്ചറുകളൊക്കെ സെയിം ആയിട്ട് തന്നെ വന്നിട്ട് കൊടുത്തു. കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. ഇനി ഒരു ബെഡ്റൂം കൂടി ഉണ്ടല്ലേ? ഒരു ബെഡ്റൂം. അയ്യോ, എത്ര ബെഡ്റൂമാണ്! ഇതൊരു കോർണർ സ്പേസ് ആണ്. ഈ വലിയ ഈ സ്പേസിന് അങ്ങേയറ്റത്തായിട്ടാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ആവർത്തിച്ചുള്ള കാഴ്ചകളല്ല ഉള്ളത്. 2 സൈഡ് ടേബിളുകൾ വന്നിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട്, വീണ്ടും ഹെഡ് ബോർഡ് പിന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും രസകരമായിട്ടുള്ള വാർഡ്രോബ് സ്പേസ് ഡിസൈൻ വൈസ് ഇതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടാന്ന് തോന്നുന്നത് ഉറപ്പായും ഈ ഒരു ഡുവൽ ടോൺ മോഡൽ. ഇത് ഇൻബിൽറ്റ് ആയിട്ടാണ് എല്ലാ വാർഡ്രോബും ചെയ്തിരിക്കുന്നത്, പോർട്ടബിൾ അല്ല. ഈ വീട് ആഘോഷമാക്കുന്ന കുടുംബം ഒരാൾ കുറവുണ്ട്.
7 മക്കളിൽ ഒരാൾ കുറവുണ്ടല്ലേ? ആ എവിടെ പോയി? അവൻ ഇവിടെ വിദേശത്താണ്, സൗദിയിലാണ്. പുറത്താണുള്ളത്. അപ്പൊ കോറം കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. ഹുസ്ന പഠിക്കുകയാണ്. ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. ഓക്കെ. പേര് വൈഫാണ് കേട്ടോ. ആ വൈഫാണ്. ഉമ്മയിമ്മ. പേര് റംസാൻ, മുഹമ്മദ്, സജ്ന, സാമിയ, ഷാനിഫ്. എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിതിട്ടുള്ള വീടാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓരോ ചോയ്സ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുത്തോളുക. അപ്പൊ എല്ലാവർക്കും ഓരോ ഇഷ്ടം കൊണ്ടാണ് അതനുസരിച്ച് അത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഉപ്പാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും കാണിച്ചു, വീടും കാണിച്ചു. ആർക്കിടെക്റ്റിനെ കാണിക്കേണ്ട പോയി ശരിയല്ല. കാരണം വീടിന്റെ ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വീട്ടുടമ പറഞ്ഞത് ആർക്കിടെക്റ്റിന്റെ ഒരു പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു എന്നതാണ്. ഇത് ആർക്കിടെക്ട് ഷെഹസാദ്, നമസ്കാരം. നമസ്കാരം. എനസ്റ്റേ ആർക്കിടെക്ട്സ് അല്ലേ, കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് ആർക്കിടെക്റ്റിലേക്ക് എത്തിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവരുമായിട്ട്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയിനായിട്ട് ഫ്രീഡം തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എല്ലാ റൂമും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടി ചെയ്യാൻ, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. കൂടുതൽ ഫ്രീഡം തന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഓരോ റൂം സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. കാരണം 6 ബെഡ്റൂമും ചിലപ്പോൾ 1-2 ബെഡ്റൂമുകളായിരിക്കും ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ടാവും, ബാക്കിയെല്ലാം സിമിലർ ആയിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ ഇത് 6 ബെഡ്റൂമും 6 തരത്തിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതെ. അത് ഈ വീടിന്റെ അശ്രം സാറിന്റെ എന്താണ് നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് അതും കൂടി വേണമല്ലോ. ആളിവിടെ ഇല്ലായിരുന്നു പോലും. ആളിവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങള് ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെ ഞങ്ങളുണ്ട്. അപ്പൊ അതെന്തായാലും നന്നായി ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. നല്ല വീടായിരുന്നു, കൊള്ളാം. അപ്പം ഓൾ ഫാമിലി ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി നിങ്ങൾക്ക് കുറെ കാലം ഈ വീട്ടിൽ അടിച്ചു വിളിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ആഘോഷവേളകളിൽ ഈ വീട് ഒരു വളരെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കട്ടെ. ഓക്കെ. എനസ്റ്റേ ആർക്കിടെക്ട്സ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഫാമിലി ബ്രോ ഒരു ബൈ പറഞ്ഞേരെ. ബൈ.